സൂരജ് ലാമയുടെ തിരോധാനത്തിൽ സർക്കാരിനും സംവിധാനത്തിനും വീഴ്ച സംഭവിച്ചെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി. പീപ്പിൾ ഫ്രണ്ട്ലി എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഇത് നടന്നത്. VIP ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമോ എന്നും കോടതി ചോദിച്ചു. സിയാൽ അധികൃതർ വലിയ അനാസ്ഥ കാണിച്ചുവെന്നും കോടതി വിലയിരുത്തി. ലിഡിയ ജേക്കബ് ചേർന്നു. ലിഡിയ, എന്താണ് കോടതിയുടെ വിമർശനം? ധന്യ, സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തില്ല, അല്ലെങ്കിൽ അതിൽ വീഴ്ച സംഭവിച്ചു എന്ന് ഹൈക്കോടതി മുൻപ് തന്നെ വലിയ വിമർശനം ഉയർത്തിയതാണ്. പ്രത്യേകിച്ച് സർക്കാരിനും മറ്റ് സംവിധാനങ്ങൾക്കും പോലീസ് അടക്കമുള്ളവർക്ക് വീഴ്ച സംഭവിച്ചു എന്ന മുൻപ് തന്നെ കോടതി വലിയ രീതിയിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചതാണ്. അതിനുശേഷമാണ് ഇന്നും കോടതി ഹർജി പരിഗണിച്ചപ്പോൾ, അതായത് സൂരജ് ലാമയുടെ മകനായിട്ടുള്ള സാന്റോം ലാമയുടെ ഹർജി പരിഗണിച്ചപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വീണ്ടും കോടതി ഉന്നയിക്കുന്നത്. ഇവിടെയുള്ള സംവിധാനമാണ്, കേരളത്തിൽ നിലനിൽക്കുന്ന ഈ സംവിധാനമാണ് സൂരജ് ലാമയെ മരിക്കാൻ അനുവദിച്ചത് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. മാത്രമല്ല, നമ്മൾ ഈ പീപ്പിൾ ഫ്രണ്ട്ലി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കാറുണ്ട്. പക്ഷേ അതേസമയം തന്നെ അത് യാതൊരു വിധത്തിലും സംസ്ഥാനത്ത് നടക്കുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത് എന്നുള്ളതാണ് കോടതി പറയുന്നത്. വെൽഫെയർ സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നടക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അല്ല എന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല, VIP അല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത്. VIP കളോ മറ്റോ ആയിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെയും പോലീസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായേനെ എന്ന് കൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സിയാൽ അധികൃതർക്കെതിരെയും വലിയ രൂക്ഷ വിമർശനം കോടതി അതിൽ ഉന്നയിക്കുന്നത്. സിയാൽ അധികൃതർക്ക് വലിയ അനാസ്ഥ കാണിച്ചു. പ്രത്യേകിച്ച് ഇമിഗ്രേഷന് ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയുമില്ല. പ്രോട്ടോകോൾ അനുസരിച്ചാണോ ഇത്തരത്തിൽ വിട്ടയച്ചതെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടിയാണ് ഹൈക്കോടതി ഇതിൽ പറയുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ഒപ്പം MP സ്നേഹലതയും അധ്യക്ഷയായ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരത്തിലുള്ള പരാമർശം നിലവിൽ നടത്തിയിരിക്കുന്നത്.